ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ എമ്പുരാൻ ലൂസിഫർ 2 കണ്ടു കഴിഞ്ഞ് വന്നേക്കുവാണ്. അപ്പോൾ രാവിലത്തെ 6 മണിക്ക് ഷോനാണ് പോയത്. അപ്പോൾ പണ്ടൊക്കെ 4 മണിക്കായിരുന്നു ഫാൻ ഷോ വെച്ചെങ്കിൽ ഇപ്പോൾ അത് 6 മണിയാക്കി. എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നിയത്. രാവിലെ എനിക്ക് പോകണ്ടെങ്കിലും എൻ്റെ ഉറക്കം ഇന്ന് മൊത്തം പോയി. കാരണം ഒരു 3 മണിക്ക് ഏതാണ്ട് എണീറ്റ് നിൽക്കുവാണ് ഈ പടം കാണാനായിട്ട്. കാരണം അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു എമ്പുരാൻ മൂവിനെ പറ്റി. സോ പടം കഴിഞ്ഞു. അപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ഷൻ ചെയ്ത പടമാണ്. ഇപ്പോൾ മുരളി ഗോപിയാണ് ഇത് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ ദീപക് സാറാണ്. അതുപോലെ എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് അഖിലേഷ് മോഹൻ. അപ്പോൾ പടത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അപ്പോൾ ആ പ്രതീക്ഷിച്ച ഒരു പടം ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ സ്റ്റോറി വളരെ ചെറുതാണ്. പൃഥ്വിരാജ് ഓൾറെഡി പറയുന്നുണ്ട്, ഒരു ചെറിയ പടമാണ്. പക്ഷേ ആ ചെറുതാണെങ്കിലും പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഗംഭീരമാണ്. അതുകൊണ്ട് കുറേ ഡയലോഗ് സീക്വൻസ് ഉണ്ട്, കുറേ സസ്പെൻസും ഉണ്ട്. ഓവറോൾ ഒരു എബോവ് ആവറേജ് മൂവി. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം ഈ പടം. കാരണം കുറേ സീൻസൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട സീനാണത്. അത് നമ്മൾ ഫോണിലോ ടി വിയിലോ ഇരുന്ന് കണ്ടാൽ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ പടം തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. പിന്നെ മോഹൻലാലിൻ്റെ എൻട്രി ആണെങ്കിലും അടിപൊളിയാണ്. പക്ഷേ മോഹൻലാൽ ഈ പടത്തിൽ ഉടനീളമില്ല. അതാണ് എനിക്കൊരു ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, നമ്മുടെ ലൂസിഫറിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ സ്റ്റോറി വൈസ് ആണെങ്കിൽ ലൂസിഫറിനെ പോലെ എനിക്ക് തോന്നി. അതേപോലെ തന്നെ പൃഥ്വിരാജൊക്കെ സെക്കൻഡ് ഹാഫിലാണ് വന്നത്, ഫസ്റ്റ് ഹാഫിലില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ റോൾസ് ആണെങ്കിലും അതുപോലെ മഞ്ജു വാര്യർ ആണെങ്കിലും അതേപോലെ ടൊവിനോ ആണെങ്കിലും അവർക്ക് കിട്ടിയ റോളൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിന് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പാസ്റ്റും പ്രസൻറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരു റിവെഞ്ച്, അതൊക്കെയാണ് ഈ പടത്തിൽ വന്നേക്കുന്നത്. പിന്നെ പറയാൻ വന്നാൽ അതൊരു സ്പോയിലർ ആയി പോകും. പിന്നെ പൃഥ്വിരാജിനകത്ത് ഓൾറെഡി ക്രെഡിറ്റ് സീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് സീൻ ഞാൻ കരുതിയേക്കുന്ന ക്രെഡിറ്റ് സീൻ എന്ന് പറയുന്നത് ദി എൻഡ് ഓഫ് ദി മൂവി. ഐ മീൻ എഴുതി കാണിക്കണ കഴിയുമ്പോൾ അവസാനം ഒരു ചെറിയ പോർഷൻ കാണിക്കണുള്ളൂ. പക്ഷെ ഇത് ആ പടത്തിൻ്റെ എൻഡിങ്ങിൽ തന്നെ, ഐ മീൻ എഴുതി കാണിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു ക്രെഡിറ്റ് സീൻ കാണിച്ചു. പക്ഷേ അതെന്തായാലും നിങ്ങൾ പോയി കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന്. പിന്നെ BGM കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, മ്യൂസിക്കും കൊള്ളാം. അതേപോലെ തന്നെ എന്താ പറയുക, കുറേ ഹോളിവുഡ് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് പടം. അതെനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം കുറേ സീനും അതുപോലെ കുറേ പുറം രാജ്യത്തെടുത്തേക്കുന്ന കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. ഗംഭീരമാണ് എന്തായാലും. അതിൽ പൃഥ്വിരാജിനെ സമ്മതിക്കണം എന്തായാലും, ഈ ഒരു ലെവലിലോട്ട് വരെ എത്തിക്കാൻ സാധിച്ചതിൽ അതൊക്കെ അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, എവിടെയോ ഒരു പോരായ്മ എനിക്ക് തോന്നി പടത്തിൽ. അതെന്തായാലും നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും, ഇല്ലെന്നല്ല, എനിക്ക് അങ്ങനെ തോന്നി, പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഒരു ട്രയോളജി പോലെയാണ് പടം പറയണത്. പിന്നെ നെക്സ്റ്റ് പാർട്ടും കൂടി ഇറങ്ങിയാലാണ് നമുക്ക് ഇതൊരു കംപ്ലീറ്റ് ആവത്തുള്ളൂ. കാരണം അങ്ങനെയാണ് ഈ പടം എൻഡ് ചെയ്യണതും എല്ലാം. അപ്പോൾ അത്രേ ഉള്ളൂ, കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എനിവേ ഒരു എബോ ആവറേജ് മൂവി, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നിങ്ങളും പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക. കണ്ടവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ ഓക്കെ, ബൈ.